ഹലോ, പഞ്ചതന്ത്രം കഥ കേൾക്കാൻ എല്ലാവരും റെഡിയാണോ? കഴിഞ്ഞ വെള്ളിയാഴ്ച പഞ്ചതന്ത്രം പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ ചതുരകനെ പോലെ ശത്രുക്കളെ പീഡിപ്പിക്കുകയും സ്വന്തം കാര്യം നടത്തുകയും ചെയ്യുന്ന വിവേകി ഗുണഫലം അനുഭവിക്കും എന്ന് പറഞ്ഞത് കേട്ടിട്ടാണ് നമ്മൾ നിർത്തിയത്. അപ്പോൾ ദമനകൻ അങ്ങനെ പറഞ്ഞപ്പോൾ കരടകൻ ആ ചതുരകൻ്റെ കഥ പറയാൻ പറഞ്ഞപ്പോൾ ചതുരകൻ്റെ കഥ പറയുകയാണ് ദമനകൻ. ചതുരകൻ ഒരു കാട്ടിൽ വജ്രദംഷ്ട്രൻ എന്നൊരു സിംഹത്തിൻ്റെ ആശ്രിതനായിരുന്നു ചതുരകൻ. അവൻ്റെ കൂടെ ക്രവ്യമുഖൻ എന്നൊരു ചെന്നായി ഉണ്ടായിരുന്നു. ചതുരകൻ കുറുക്കൻ. ഒരു ദിവസം അവർ കാട്ടിൽ നടക്കുമ്പോൾ പ്രസവവേദന കൊണ്ട് പെടയണ ഒട്ടകപ്പെണ്ണിനെ കണ്ടു. അപ്പോൾ സിംഹം വേഗം പോയി അവളെ കൊന്നു. വയറ് പിളർന്നപ്പോൾ ആ ഒട്ടക കുഞ്ഞ് പുറത്തേക്ക് വന്നു. അപ്പോൾ സിംഹവും കൂട്ടുകാരും ഇവിടെ ഈ തള്ളയുടെ മാംസം തിന്നു വയറ് നിറച്ചു. അപ്പോൾ ആ കുട്ടി അനാഥനായില്ലേ. അപ്പോൾ ആ കുട്ടിയെ സിംഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ശംഖുകർണൻ എന്നൊക്കെ പേരിട്ട് വളർത്തി. ഒരിക്കൽ വജ്രദംഷ്ട്രനും ഈ ഒരു കാട്ടാനയും തമ്മിൽ വലിയ യുദ്ധം ഉണ്ടായി. അപ്പോൾ ആനയുടെ കുത്തേറ്റിട്ട് മുറിവേറ്റിട്ട് സിംഹത്തിനൊന്നും അനങ്ങാൻ പോലും പറ്റാണ്ടായി. അപ്പോൾ വിശന്ന് വലിഞ്ഞ് ഇര പിടിക്കാനൊന്നും പോകാൻ നിവൃത്തിയില്ലാണ്ടേ ആയി. അങ്ങനെ ഇരിക്കുമ്പോൾ ചതുരകനും അതുപോലെ ക്രവ്യമുഖനും ഒക്കെ ഈ സിംഹം എന്തെങ്കിലും ഇര തേടി പിടിച്ച് കൊണ്ടുവന്ന് തിന്നതിൻ്റെ ബാക്കിയാണ് തിന്നുക. അപ്പോഴേ അവർക്കും തിന്നാൻ കിട്ടുള്ളൂ. അപ്പോൾ സിംഹത്തിന് ഇതൊന്നും പറ്റില്ലെങ്കിൽ അവരും പട്ടിണിയാവും. അപ്പം ചതുരകൻ ഇങ്ങനെ ആലോചിച്ചു, ഈ ശംഖുകർണനെ കൊന്നാൽ എല്ലാവർക്കും കുറച്ച് ദിവസത്തേക്ക് തിന്നാണ്ടാവും. അപ്പം എന്നാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവനെ ഇങ്ങനെ വളർത്തുകയാണല്ലോ പ്രഭു. അപ്പോൾ അവനെ കൊല്ലാൻ വലിയ സമ്മതം ഉണ്ടാവില്ല. അപ്പോൾ പ്രഭുവിനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് ഇവനെ ഒന്ന് അങ്ങോട്ട് കൊല്ലാം എന്നൊക്കെ വിചാരിച്ച് ശംഖുകർണനോട് പറഞ്ഞു, വിശന്ന് പൊരിഞ്ഞിരിക്കണ യജമാനനെ നന്മയ്ക്കായിട്ട് ഞാൻ ചിലത് പറയാം, നീ കേൾക്ക് എന്ന് പറഞ്ഞു. അപ്പം ശംഖുകർണൻ പറഞ്ഞു, പ്രഭുവിൻ്റെ നന്മ ചെയ്യാൻ കഴിഞ്ഞാൽ ഞാൻ പുണ്യവാനായി എന്ന് പറഞ്ഞു. അപ്പം ചതുരകൻ പറഞ്ഞു, നീ നിൻ്റെ സ്വന്തം ദേഹം പ്രഭുവിന് സമർപ്പിക്കുക, അത് നിനക്ക് ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടും എന്ന് കേട്ടാൽ നമ്മുടെ ഇടയിലും ചിലർ പോയി കുടുങ്ങും അല്ലേ. കുറച്ച് പൈസ ഇട്ടാൽ അത് ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടും എന്ന് പറയുമ്പോഴത്തേനും ആൾക്കാരങ്ങ് പോവും, എന്നിട്ടോ പറ്റിക്കപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ ശംഖുകർണനും പറ്റിക്കപ്പെട്ടു. അത് കേട്ട ഉടനെ ശംഖുകർണൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പ്രഭുവിന് വേണ്ടി എൻ്റെ ഈ ജീവൻ അർപ്പിക്കുന്നതാണ് എൻ്റെ പരമലക്ഷ്യം എന്നൊക്കെ പറഞ്ഞിട്ട് സിംഹത്തിൻ്റെ അടുത്ത് പോയി. ചതുരകൻ ശംഖുകർണൻ്റെ വാക്കുകൾ ആവർത്തിച്ചു. ശംഖുകർണൻ്റെ ദേഹം സ്വീകരിച്ച് ധർമ്മത്തെ സാക്ഷി നിർത്തി ഇരട്ടിയാക്കി കൊടുക്കാം എന്ന് സിംഹം സത്യം ചെയ്തു. ഉടനെ ചെന്നായും കുറുക്കനും കൂടി ശംഖുകർണൻ്റെ മേത്ത് ചാടി വീണു അവനെ കൊന്നു. വജ്രദംഷ്ട്രൻ കുളിച്ച് ദേവപൂജയൊക്കെ ചെയ്ത് ചെയ്യാൻ വേണ്ടി പുഴയിലേക്ക് പോയപ്പോൾ ആർക്കും കൊടുക്കാതെ ഈ ഒട്ടകത്തെ മുഴുവൻ എനിക്ക് തിന്നണം എന്ന് ചതുരകൻ വിചാരിച്ചു. അങ്ങനെ അതാണ് അവന് മോഹം. അപ്പോൾ അവൻ ക്രവ്യമുഖനോട് പറഞ്ഞു, പ്രഭു വരാൻ ഇനി ഒരുപാട് വൈകും, നീ ഈ ഒട്ടകത്തിൻ്റെ മാംസം കുറച്ച് തിന്നോ, പ്രഭു വന്നാൽ നീ നിരപരാധി ആണെന്ന് ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അത് കേട്ട് ക്രവ്യമുഖൻ എന്ത് വെച്ചു, ആർത്തിയോടെ ഈ ഒട്ടകത്തിൻ്റെ മാംസം തിന്നാൻ തുടങ്ങി. ഉടനെ ചതുരകൻ പറഞ്ഞു, എടാ ദേ പ്രഭു വരുന്നുണ്ട് എന്ന് പറഞ്ഞു. വേഗം ക്രവ്യമുഖൻ കുറേ ദൂരെ പോയി നിന്നു. അപ്പോൾ സിംഹം വന്ന് നോക്കിയപ്പോൾ ദേഷ്യം വന്നു. ആരാ അതിനെ ഈ ഒട്ടകത്തെ എച്ചിലാക്കിയത് എന്ന് ചോദിച്ചു. സിംഹം എങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റുള്ള മൃഗങ്ങൾ തിന്നതിൻ്റെ ബാക്കിയൊന്നും തിന്നില്ല, സ്വയം തിന്നതിൻ്റെ ശേഷം ബാക്കി മറ്റുള്ള മൃഗങ്ങൾക്ക് ഇട്ട് കൊടുക്കും. ആദ്യം തിന്നണത് സിംഹമായിരിക്കും, എന്നുവെച്ചാൽ രാജാവല്ലേ, സിംഹം അങ്ങനെയാണ് പതിവ്. സ്വയം ഇര തേടി പിടിക്കും, അതിനെ തിന്ന് ബാക്കി അവിടെ ഇട്ടിട്ട് പോകാരാന്ന് വെച്ചാൽ തിന്നോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് സിംഹം പതിവ്. ഇവിടെ ചതുരകൻ
ചതുരകനെ നോക്കി ക്രവ്യമുഖൻ. ആരാ ഇത് എച്ചിലാക്കിയത് എന്ന് ചോദിച്ചപ്പോൾ ക്രവ്യമുഖൻ ദീനഭാവത്തിൽ ചതുരകനെ നോക്കി. അപ്പോൾ ചതുരകൻ പറഞ്ഞു, ഞാൻ പറഞ്ഞത് കൂട്ടാക്കാതെ മാംസം തിന്നിട്ട് ഇപ്പോൾ എൻ്റെ മുഖത്തേക്ക് നോക്കണേ എന്തിനാന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ ക്രവ്യമുഖന് മനസ്സിലായി എൻ്റെയും ജീവൻ പോകുമെന്ന്. അവൻ പേടിച്ചോടിപ്പോയി. അപ്പോൾ ആ കാട്ടുവഴി കൂടി ഒരു ഒട്ടകക്കൂട്ടത്തെയും കൊണ്ട് കുറേ വ്യാപാരികൾ വരുന്നുണ്ട്. അപ്പോൾ മുമ്പിൽ നടക്കണ ഒട്ടകത്തിൻ്റെ കഴുത്തിലൊരു കൊടമണി ഉണ്ടായിരുന്നു. ആ കൊടമണി കിലുങ്ങണ ശബ്ദം ഇങ്ങനെ കേട്ടു. ആ ശബ്ദം കേട്ടപ്പോൾ സിംഹത്തിന് പേടിയായി. അതെന്താണെന്ന് അറിയാൻ വേണ്ടി ചതുരകനെ വിട്ടു. ചതുരകൻ പോയി നോക്കിയിട്ട് പറഞ്ഞു, അത് ധർമ്മരാജാവിൻ്റെ ഒട്ടകമായിരുന്ന ശംഖുകർണന് അകാല മരണം സംഭവിച്ചപ്പോൾ പകരം വീട്ടണം എന്ന് വെച്ചിട്ട് ധർമ്മരാജാവ് വലിയൊരു ഒട്ടകക്കൂട്ടത്തെയും കൊണ്ട് വന്നിരിക്കുകയാണ്. അങ്ങ് രക്ഷപ്പെടണത് നല്ലത് എന്ന് പറഞ്ഞു. സിംഹം ഇത് കേട്ട് പ്രാണഭയം കൊണ്ട് ഓടിപ്പോയി. ചതുരകൻ ഒട്ടക കുഞ്ഞിൻ്റെ മാംസം മുഴുവൻ ഒറ്റയ്ക്ക് തിന്നു. അപ്പോൾ ദമനകൻ പറയുകയാണ്, അതുകൊണ്ടാണ് ഞാൻ പറയണത്, ശത്രുവിനെ പീഡിപ്പിക്കുകയും ചെയ്യണം, സ്വന്തം കാര്യം നിറവേറ്റുകയും ചെയ്യണം. അതാണ് വിവേകി എന്ന് പറഞ്ഞു. അപ്പോൾ ദമനകൻ പോയി കഴിഞ്ഞ ശേഷം സഞ്ജീവകൻ ഇങ്ങനെ ആലോചിച്ചു. ദമനകന് അവിടെ നിന്ന് ഇങ്ങ് പോന്നല്ലോ. അത് കഴിഞ്ഞപ്പോൾ സഞ്ജീവകൻ ആലോചിച്ചു, ഞാൻ ഈ സസ്യഭുക്കായിട്ടും ഈ മാംസഭുക്കിൻ്റെ കൂടെ കൂടിയത് കഷ്ടം തന്നെ. സേവിച്ചു കൂടാത്തവനെ സേവിച്ചാൽ മരണം തന്നെയാണ് ഫലം. ഈ ഇനിയിപ്പോൾ ഈ പിങ്കളകനെ തന്നെ ശരണം പ്രാപിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. വരാനുള്ളത് വരട്ടെ. മറ്റെവിടെയെങ്കിലും പോയാലും ഇപ്പോൾ വല്ല മൃഗങ്ങളും എന്നെ കൊന്നു തിന്നാൻ പാടില്ലായില്ലല്ലോ. അതിലും ഭേദമല്ലേ സുഹൃത്തിൻ്റെ കൈ കൊണ്ട് മരിക്കണത്. വലിയൊരാളിൽ നിന്ന് നാശം സംഭവിക്കണത് ചെറിയവനൊരഭിമാനമാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് അവനിങ്ങനെ മെല്ലെ മെല്ലെ നടന്നിട്ട് സിംഹത്തിൻ്റെ അടുത്തെത്തി. എന്നിട്ട് വിചാരിച്ചു, നുണയന്മാരും അസത്തുക്കളും നിറഞ്ഞതാണ് ഈ രാജഭവനം. സങ്കടത്തോടെയും ഭയത്തോടെയും കൂടി മാത്രമേ ഈ രാജധാനിയെ സമീപിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ വിചാരിച്ച് അവിടെ ഇരുന്നു. അവനിങ്ങനെ മുമ്പോട്ട് നടന്നപ്പോൾ ദമനകൻ വിവരിച്ച പ്രകാരം പിങ്കളകൻ ഇരിക്കണത് കണ്ടു. എങ്ങനെയൊക്കെയാണ് അത് മുമ്പേ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ലക്ഷണം. അപ്പോൾ ഭയപ്പെട്ടു. നമസ്കരിക്കാതെ വേഗം ദേഹമൊക്കെ ഒതുക്കി കുറച്ച് ദൂരെ ചെന്നിരുന്നു. അപ്പോൾ സഞ്ജീവകൻ അങ്ങനെ ചെയ്തപ്പോൾ ദമനകൻ പറഞ്ഞതെല്ലാം ഓർമ്മിച്ച പിങ്കളകൻ കോപത്തോടെ അവൻ്റെ മേലെ അങ്ങോട്ട് ചാടി വീണു. അങ്ങനെ അവർ തമ്മിൽ കൊല്ലണം എന്നുള്ള വിചാരത്തോടെ നഖം കൊണ്ട് മാന്തി പറിച്ചും കൊമ്പ് കൊണ്ട് കുത്തിയിട്ടും ഒക്കെ രക്തത്തിൽ കുളിച്ചങ്ങനെ അവർ രണ്ടുപേരും കൂടി യുദ്ധമായി. അത് കണ്ടപ്പോൾ കരുടകൻ ദമനകനോട് പറഞ്ഞു, നീ ചെയ്തത് എന്തായാലും നന്നായില്ല. പ്രയാസപ്പെട്ട് നേടാവുന്ന കാര്യങ്ങൾ ദണ്ഡോപായം പ്രയോഗിക്കാതെ സാമോപായം കൊണ്ട് നിർവഹിക്കണ മന്ത്രിയാണ് നീതികുശലൻ. സാമം, ദാനം, ഭേദം, ദണ്ഡം എന്നുണ്ട്. ദണ്ഡം എന്ന് പറയുന്നത് അവസാനം ചെയ്യാൻ പാടുള്ളൂ. മറ്റുള്ള സാമം, ദാനം, ഭേദം ഇതൊന്നും ഫലിക്കാതെ വരുമ്പോഴേ ദണ്ഡം പാടുള്ളൂ. അവസാനത്തെ പ്രയോഗമാണ് ദണ്ഡം. ഈ ഒരു നിവൃത്തിയില്ലെങ്കിൽ ഈ ദണ്ഡം എന്ന് വെച്ചാൽ ഈ ശിക്ഷകൾ പ്രയോഗിക്കാൻ പാടുള്ളൂ എന്നാണ്. നീചന് അന്യൻ്റെ കാര്യത്തിൽ ദോഷം ചെയ്യാൻ പറ്റും നീചന്മാർക്ക്. നമ്മുടെ രാജാവ് മരിക്കുകയാണെങ്കിൽ വലിയ കഷ്ടമാണ്. സഞ്ജീവകനാണെങ്കിലോ പ്രാണഭയം കൊണ്ട് തന്നെ ചത്തും പോവും. അല്ലെങ്കിൽ ഇതൊന്നും നിൻ്റെ കുറ്റമല്ല, പ്രഭുവിൻ്റെ കുറ്റമാണ്. നീചജനങ്ങൾ പറയുന്നതനുസരിക്കുന്ന രാജാവ് നല്ല വഴി കൂടി അല്ല നടക്കുക. കൂടെ നന്മ നിറഞ്ഞവരില്ലാത്ത പ്രഭു നശിക്കുകയുള്ളൂ. ഞാൻ എന്തിനാ അതൊക്കെ പറയണേ? മൂഢനെ ഉപദേശിച്ചു കഴിഞ്ഞാൽ ദോഷമാണ് ഉണ്ടാവുക. സൂചിമുഖി പക്ഷി കുരങ്ങനെ ഉപദേശിക്കാൻ ചെന്ന കഥ കേട്ടിട്ടില്ലേ? ഈ ദമനകൻ ഇങ്ങനെ ദുഷ്ടത്തരം ഉപദേശിച്ചു കൊടുക്കണത് കൊണ്ടാണല്ലോ ഇവർ രണ്ടുപേരും കൂടി ഇപ്പം പിരിഞ്ഞ യുദ്ധത്തിലായത്. അതുകൊണ്ട് കരുടകൻ പറയുകയാണ്, ദമനകനെ ഉപദേശിച്ചിട്ട് ഒരു കാര്യമില്ല, നീചനാണ് ദമനകൻ അല്ലേ? അപ്പോൾ സൂചിമുഖി പക്ഷി കുരങ്ങനെ ഉപദേശിക്കാൻ പോയ കഥ നീ കേട്ടിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ദമനകൻ പറഞ്ഞു, അത് ഞാൻ കേട്ടിട്ടില്ല. കരുടകൻ
അപ്പോൾ ആ കഥ പറയാൻ തുടങ്ങും. സൂചിമുഖി പക്ഷിയുടെയും കുരങ്ങൻ്റെയും കഥ. അത് നമുക്ക് അടുത്ത തവണ കേൾക്കാം. ഇപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.